നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് പരീക്ഷ ഉണ്ടായിരുന്നു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് താഴെ നിന്ന് കമന്റ് ചെയ്യാമോ? ടഫ് ആയിരുന്നോ, അതോ മീഡിയം ലെവൽ എക്സാം ആയിരുന്നോ, അതോ ഡിഫിക്കൽട്ട് ആയിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു? താഴെ നിന്ന് കമന്റ് ചെയ്തേക്കാമോ? ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്തും കൂടെ കൊടുത്തിരിക്കാം. ആദ്യത്തെ ചോദ്യം: കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ ആരാണ്? കെ വാസുദേവൻ പിള്ളയാണ്. കെ വാസുദേവൻ പിള്ള. താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മിഭായിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി, അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം ഏതാണ്? 1904. 1904. അടുത്ത ചോദ്യം: മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ്. വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആര്? വിഷവൃക്ഷം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതാണ്? മുസിരിസ് ആണ്. മുസിരിസ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏത്? ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് താരാപൂർ. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മെർക്കുറി ബാരോമീറ്റർ ആണ്. മെർക്കുറി ബാരോമീറ്റർ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാർക്ഡ് PDF ഉണ്ടല്ലോ, നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ട് തരണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ പറഞ്ഞാൽ മതി. PDF എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇട്ട് തരാം കേട്ടോ. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഏപ്രിൽ മാസം 22 ഏപ്രിൽ 22. പ്രശാന്ത് ചന്ദ്ര മെഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മെഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചത് എന്നതാണ്. ഭൂപരിഷ്കരണത്തിന്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക, ഭൂ ഉടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക എന്നിവയാണ്. നീതി ആയോഗിന്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഏത് ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധവുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി? ഏതാണ്? വികസിത് ഭാരതാണ്. ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയം ഏത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നതാണ് ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്തത്. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏത്? ലോക വ്യാപാര സംഘടനയാണ്. ലോക വ്യാപാര സംഘടന. അടുത്ത ചോദ്യം: ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ഇതിലൊരു കൺഫ്യൂഷൻ വരാം, പക്ഷേ ഇതൊരു സവിശേഷതയോ അല്ലെങ്കിൽ പരിമിതിയോ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ഫീച്ചർ അല്ലെങ്കിൽ ലിമിറ്റേഷൻ. സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വിശാലമായ ഒരു നേട്ടം എന്ന പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ഹരിത വിപ്ലവ കാലത്ത് ഹൈബ്രിഡ് വിത്തുകളുടെ ഉപയോഗം വഴി ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവ് ഉണ്ടായത് ഗോതമ്പിനാണ്. നെല്ല് പോലുള്ള മറ്റു വിളകൾക്ക് വർധനവ് ഉണ്ടായെങ്കിലും ഗോതമ്പിന്റെ അത്ര ഉണ്ടായോ? ഇല്ല. പയറുവർഗ്ഗങ്ങൾക്കും മറ്റും ഈ വിപ്ലവത്തിന്റെ പ്രയോജനം കാര്യമായി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പലപ്പോഴും ഒരു ഗോതമ്പ് വിപ്ലവം എന്ന് മാത്രമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നേട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അടുത്ത ചോദ്യം: ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി. ഭരണഘടനാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ BR അംബേദ്കർ. സർദാർ പട്ടേൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലിക അവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണ്? ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങൾ എന്നതാണ്. ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ആണ്. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇത് 2ഉമാണ് ശരി.
ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരം എന്താണ്? ഉത്ഭവാധികാരമാണ്. രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയിരിക്കുന്നത്? പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം ഇവയെല്ലാം യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? PK തുങ്കൻ കമ്മിറ്റിയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രാദേശിക ഗവൺമെന്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തൽ എന്നതാണ്. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ലോക് ഭവൻ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ രണ്ടാമത്തതാണ് തെറ്റായിട്ടുള്ളത്, ബാക്കി രണ്ടും ശരിയാണ്. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. ആശ്വാസം എന്ന സംരംഭം ആർദ്രം മിഷന്റെ ഭാഗമായി വരുന്നതാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്? ഏത് വിഭാഗത്തിന്റേതാണ്? കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ് ഏത്? ചങ്ങാതി എന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഒരു സാമ്പത്തിക വർഷം 100ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണുള്ളത്. കേരള ട്രൈബൽ പ്രസ് എന്ന പദ്ധതി MGNREGS കൂടാതെ അധികമായി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ K സോമപ്രസാദ് ആണ്. പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന് തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏത്? കരളിനെയാണ് ബാധിക്കുന്നത്. കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക എന്നതാണ്. താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗം അല്ലാത്തത് മലേറിയ. വൈറ്റമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബെറി. 2030ഓടെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? NDC ആണ്, നാഷണൽ ഡിറ്റർമിനന്റ് കോൺട്രിബ്യൂഷൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. ഊഷ്മാവ് കൂടിയാൽ ദ്രാവകങ്ങളുടെ പ്രതലബലം കുറയുന്നു. ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് കൊഹിഷൻ. കാപ്പിലറി ട്യൂബിൽ വെള്ളം എടുത്താൽ കേശികത്വ ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, വ്യാസം 20 സെന്റിമീറ്റർ ഉള്ള ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം തെറ്റിക്കാൻ വേണ്ടി എന്നും തന്നിട്ടുണ്ട്, 10 തന്നിട്ടുണ്ട്. 10 ആണോ? അല്ല, 5. വ്യാസം എന്നാൽ ഡയമീറ്റർ ആണ് 20. അപ്പൊ റേഡിയസ് എന്ന് പറയുന്ന ഡയമീറ്ററിന്റെ പകുതി. F എന്ന് പറയുന്നത് റേഡിയസിന്റെ പകുതി. 5 ആണ്. 5 സെന്റിമീറ്റർ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ ഒരു പ്രസ്താവനയും ഒരു കാരണവും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ പ്രസ്താവന ഇതാണ്: ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ കൂടുതലായിരിക്കും. ശരിയാണ്. ഇനി ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിലെ ഭൂമിയുടെ ആരം കുറവുമാണ്. ഇത് രണ്ടും ശരിയാണ്. അപ്പൊ പ്രസ്താവനയും കാരണവും ശരിയാണ്. എന്നാൽ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് നൽകിയിരിക്കുന്ന കാരണം. അതാണ് ഉത്തരം. കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണ്? കറണ്ട് അഫയറിൽ പഠിച്ചത് ബ്ലൂബേർഡ് 6. N2+3H2 gives 2NH3. അമോണിയയുടെ ഉൽപാദനമാണ് ആ ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ΔH -92.38 kJ/mol എന്ന സന്തുലിത രാസപ്രവർത്തനത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഇതൊരു താപമോചക രാസപ്രവർത്തനമാണ്. ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. താഴെ പറയുന്ന മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് ഏത്? Na2O ആസിഡിക് എന്നതാണ്. ഒരു മൂലകത്തിന്റെ ആറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം എന്താണ്? മൂലകങ്ങൾക്ക് ഐസോടോപ്പുകൾ ഉള്ളതുകൊണ്ട്.
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം വാർത്തയായതല്ലേ ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരൻ ആര്? കാവാലം നാരായണ പണിക്കറാണ്. നാടൻ ജീവിതത്തിന്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് എന്ന വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ട് ഏത്? തെക്കൻ പാട്ട്. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിന്റെ പേരുറപ്പ് ഇവിടെ പോൽ കാണുമോ വേറെങ്ങാനം. ഈ വരികൾ രചിച്ച കവി ആര്? വൈലോപ്പിള്ളിയാണ്. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? PR ശ്രീജേഷ്. താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതില് ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി എന്നത് ശരിയാണ്. ഈ സന്തോഷ് കുമാറിന്റെ നോവലായ തപോമയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 20% 36 ആയാൽ 30% എത്ര? 20% 36. അപ്പൊ 10% എത്രയാണ്? 18. അപ്പൊ 30% കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 10 × 3 അല്ലേ 30. അപ്പൊ 18 × 3 ചെയ്താൽ മതി. 18 × 3 എത്രയാണ്? 54 ആണ് ഉത്തരം. 5⁻1/3 × 125⁻2/3 ഇതിന്റെ വാല്യൂ എന്താണ്? 5⁻7/3. 4 + 6 × 5 - 3 × 2 + 8 വാല്യൂ എത്രയാ? 20. 1/2 × 1/2 - 1/4 × 1/4 / 1/2 + 1/4 ഇതിന്റെ വാല്യൂ എത്രയാണ്? 1/4 ആണ്. 1/4. A:B = 2:7 ആയാൽ A/B = B/A ഇതിന്റെ വാല്യൂ എന്താ? 4:49. ശ്രേണിയിലെ അടുത്ത സംഖ്യ 10, 13, 17, 22. അടുത്ത സംഖ്യ ഏതാ? 28. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഇതില് ഒറ്റയാനായിട്ട് വരുന്നത് 63 ആണ്. സമയം 7:30 ആകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ്? 45 ഡിഗ്രി. 8:511 അങ്ങനെയാണെങ്കിൽ 10:, വാല്യൂ എത്രയാ? 999 ആണ്. 100നും 150നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ തുക 3125. The weather was extremely bad. The match was not cancelled. ഉത്തരം ഓപ്ഷൻ സി, nevertheless. Which of the following statements is not correct? ഉത്തരം ഓപ്ഷൻ സി ആണ്. Every school and college have a playground. അതാണ് തെറ്റ്. Radhika will attain good marks. ഉത്തരം won't she. Vishal's father is going abroad a month. അപ്പൊ ഇവിടെ ഏത് പ്രിപ്പോസിഷനാ വരുന്നത്? 4 ആണ്. Rakesh an appointment to see the doctor. It is at 11 a.m. tomorrow. Has made ആണ്. Which of the following words is the antonym of optimism? Optimismത്തിന്റെ opposite ആണ് pessimism. Which of the following idiomatic expressions has the meaning to reveal the secret? ഉത്തരം to spill the beans എന്നതാണ്. Find out the correctly spelled word. Accommodation. Correct spelling option C. ACCOMMODATION. The train the station. ഉത്തരം call at എന്നതാണ്. Reached. One who is devoted to the pleasure of eating and drinking. ഉത്തരം epicure എന്നതാണ്. അടുത്ത മലയാളം നോക്കാം. ശരിയായ പദം ഏത്? ഐകമത്യം എന്നതാണ് പറയുന്നത്. ഓപ്ഷൻ എ. എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് തുല്യമായ മലയാള വാക്യം ഏതാണ്? ഒരു വിഗഹ വീക്ഷണം എന്നതാണ്. ചേർത്തെഴുതുക. n+ കിൽ ചേർത്തെഴുതിയാൽ എങ്ങനെയാ? എങ്കിൽ എന്നതാണ്. താഴെ തന്നിട്ടുള്ളവയിൽ പൂജക ബഹുവചനം ഏത്? ബഹുമാനം കൊടുക്കുന്ന ഏതാണ്? വൈദ്യരാണ്. വൈദ്യർ. പക്ഷെ സിംഗിൾ ആണ്, ഏകവചനമാണ്. നമുക്ക് കാണുമ്പോൾ ബഹുവചനമായിട്ട് തോന്നും. ബഹുമാനാർത്ഥമാണ് ഇപ്രകാരം അർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. നദി എന്നർത്ഥം വരുന്ന പദം ഏത്? നദി, തടിനി. ഖണ്ഡനം വിപരീത പദം. ഖണ്ഡനം മണ്ഡനമാണ്. 2 തലയും കൊളുത്തുക. ഈ ശൈലിയുടെ അർത്ഥം എന്താണ്? ഏഷണി പറയുക എന്നതാണ്. ഏഷണി പറയുക. അടുത്തത് ശരിയായ വാക്യം ഏത്? രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. വിലമതിക്കാൻ വയ്യാത്തത്. ഒറ്റ പദം എഴുതുക. വിലമതിക്കാൻ വയ്യാത്തത് അമൂല്യം. സ്ത്രീലിംഗ ശബ്ദം ഏത്? സ്ത്രീലിംഗ ശബ്ദം രാജ്ഞിയാണ്. രാജ്ഞി. പ്രിസൺ വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിലെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ശിക്ഷ തടവുകാരുടെ അവധി സംബന്ധിച്ച കേസുകൾ പുനരവലോകനം ചെയ്യുന്ന സമിതിയുടെ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടർ. കേരളത്തിൽ അവസാനമായി സ്ഥാപിച്ച സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിന്റെ പേരെന്താ? സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തവനൂർ, മലപ്പുറം. അടുത്ത ചോദ്യം, ഭരണനിർവഹണ ആവശ്യാർത്ഥം ജയിൽ വകുപ്പിനെ എത്ര മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 3.
ബന്ധുക്കളോടൊപ്പമോ മറ്റ് അനുയോജ്യമായ രീതിയിലോ സംരക്ഷിക്കാൻ കഴിയാത്ത എത്ര വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന അമ്മമാരോടൊപ്പം കഴിയുവാൻ അനുവദിക്കും? 6. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരികയില്ല എന്ന് നിഷ്കർഷിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8(1)(a). ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഒക്ടോബർ 12, 2005 ഇന്ത്യയിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂഡൽഹി. ഇന്ത്യയിൽ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 10. വിവരാവകാശ നിയമപ്രകാരം ജീവന്റെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ അപേക്ഷ സമർപ്പിച്ചാൽ മറുപടി നൽകേണ്ട സമയപരിധി 2 ദിവസം അല്ലെങ്കിൽ 48 മണിക്കൂർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം 1993. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന കരാർ ഏതാ? CRC ആണ്. ഹ്യൂമൻ റൈറ്റ് വാച്ചിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂയോർക്ക്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൽ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ട്? 30. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന 3 ശരിയാണ്. മാനസിക സമ്മർദ്ദം പ്രതിരോധ ശേഷിക്കുറവുണ്ടാക്കും, മാനസിക സമ്മർദ്ദം ഹൃദയ സംബന്ധ രോഗങ്ങൾ ഉണ്ടാക്കും, മാനസിക സമ്മർദ്ദം ടൈപ്പ് 2 പ്രമേഹ കാരണമായേക്കും, മാനസിക സമ്മർദ്ദം അർബുദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അസ്തിത്വ ബോധ ബുദ്ധിയെ വിശദീകരിക്കുന്ന വാചകം തിരഞ്ഞെടുക്കുക. ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും തേടുന്നത്. ഫ്രോയിഡിന്റെ സൈക്കോലൈംഗിക വികസന ഘട്ടത്തിൽ ധാർമ്മിക വികസനം ഏത് ഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്? ഫാലിക് ഘട്ടം. ജൈവിക അഭിപ്രേരണയെ പ്രധാനമായും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാമൂഹിക ഇടപെടലുകൾ ആവശ്യമായ സാഹചര്യങ്ങളിൽ ചുറ്റിലും ഉള്ളവർ മോശമായി വിലയിരുത്തുമെന്ന ഭയം അനുഭവിക്കുകയും പൊതുവേദിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഏത് ഉത്കണ്ഠ രോഗത്തിന്റെ ലക്ഷണമാണ്? സോഷ്യൽ ഫോബിയയാണ്. സോഷ്യൽ ഫോബിയ. അപ്പൊ ഇത്രയാണ് ഇന്ന് നടത്തിയ പരീക്ഷയുടെ 100 ചോദ്യങ്ങൾ. മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ആൻസർ കീ കിട്ടിയെന്ന് കരുതുന്നു. അപ്പൊ ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാവോ? അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ടെലഗ്രാം ചാനലിൽ ഇതിന്റെ മാർക്ക്ഡ് PDF ഞാൻ ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. താങ്ക് യു.